ഒരിക്കൽ രാജ്യം വിട്ട് ലോകത്തെ ഏറ്റവും ക്രൂരമായ ഒരു ഭീകര സംഘടനയുടെ വധുക്കളാകാൻ സിറിയയിലേക്ക് വണ്ടി കയറിയവർ. വർഷങ്ങൾക്ക് ശേഷം അവരിതാ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. കയ്യിൽ നിരപരാധികളായ കുഞ്ഞുങ്ങളുമായിട്ടാണ് വരവ്. അതെ, ഓസ്ട്രേലിയൻ മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ഒരൊറ്റ വാർത്തയ്ക്ക് പിന്നാലെയാണ്. ലോകത്തെ ഒന്നടങ്കം വിറപ്പിച്ച ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്ന ഒരു കൂട്ടം ഓസ്ട്രേലിയൻ സ്ത്രീകളെയും അവരുടെ കുട്ടികളെയും സിറിയയിലെ നരകതുല്യമായ ക്യാമ്പുകളിൽ നിന്ന് അതീവ രഹസ്യമായിട്ട് നാട്ടിലെത്തിക്കാനുള്ള വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു. സേവ് ദി ചിൽഡ്രൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിയ കടുത്ത നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ നീക്കം വന്നിരിക്കുന്നത്. എന്നാൽ ഭീകരവാദത്തിന്റെ നിഴലിലുള്ള ഇവരുടെ തിരിച്ചുവരവ് ഓസ്ട്രേലിയൻ മണ്ണിൽ വലിയൊരു സുരക്ഷാ ഭീഷണിയാകില്ലേ എന്ന് രാജ്യം ഭയപ്പെടുന്നുണ്ട്. ആരാണ് ഈ ഐസിസ് വധുക്കൾ? എന്താണ് ഈ രഹസ്യ ദൗത്യത്തിന് പിന്നിൽ? പരിശോധിക്കാം. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള ഓസ്ട്രേലിയൻ പൗരന്മാരായ സ്ത്രീകളുടെയും കുട്ടികളുടെയും രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഇപ്പോൾ സിറിയയിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നത്. വടക്കു കിഴക്കൻ സിറിയയിലെ കുപ്രസിദ്ധമായ അൽഹോൾ അൽറോജ് അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഇവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കഴിഞ്ഞിരുന്നത്. സിറിയൻ കുർദിഷ് സേനയുടെ തടവിലായിരുന്നു ഇവർ. കഴിഞ്ഞ 2022 അന്നത്തെ ലേബർ ഗവൺമെന്റ് ഇതിന്റെ ആദ്യ ഘട്ടമായിട്ട് 4 സ്ത്രീകളെയും 13 കുട്ടികളെയും സിറിയയിൽ നിന്ന് വിജയകരമായിട്ട് ഓസ്ട്രേലിയയിൽ എത്തിച്ചിരുന്നു. അതിനുശേഷം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനും കടുത്ത നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ രണ്ടാമത്തെ സംഘത്തെയും കൊണ്ടുവരാൻ ഓസ്ട്രേലിയൻ ഫെഡറൽ ഗവൺമെന്റ് ഒടുവിൽ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത്. ഏകദേശം ഒരു പതിറ്റാണ്ട് മുൻപ്, അതായത് ഐസിസ് മിഡിൽ ഈസ്റ്റിൽ വൻ സ്വാധീനം ചെലുത്തിയിരുന്ന സമയത്ത് ഓസ്ട്രേലിയയിൽ നിന്നും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും നിരവധി യുവാക്കളും സ്ത്രീകളും അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു. ചിലർ സ്വന്തം ഇഷ്ടപ്രകാരം ജിഹാദികളെ വിവാഹം കഴിക്കാൻ പോയവരാണ്. ഇവരെയാണ് മാധ്യമങ്ങൾ ഐസിസ് വൈഫ്സ്, ഐസിസ് വധുക്കൾ എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ മറ്റു ചിലർ തങ്ങളുടെ ഭർത്താക്കന്മാരാൽ വഞ്ചിക്കപ്പെട്ട് നിർബന്ധപൂർവ്വം സിറിയയിലേക്ക് കൊണ്ടുപോകപ്പെട്ടവരുമാണ്. 2019 ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇവരുടെ ഭർത്താക്കന്മാരായ ഭീകരരിൽ ഭൂരിഭാഗവും കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ജയിലിലാവുകയോ ചെയ്തു. അതോടെ ഈ സ്ത്രീകളും അവരുടെ നിരപരാധികളായ കുട്ടികളും സിറിയൻ മരുഭൂമിയിലെ കൊടും തണുപ്പും പട്ടിണിയും നിറഞ്ഞ ക്യാമ്പുകളിൽ കുടുങ്ങുകയായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കടുത്ത രോഗപീഠകളും അതുപോലെ മനുഷ്യാവകാശ ലംഘനങ്ങളുമാണ് ഇവർ ഈ ക്യാമ്പുകളിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഈ സ്ത്രീകളെ തിരികെ കൊണ്ടുവരുന്നതിന് പിന്നിൽ ഓസ്ട്രേലിയയിലെ മനുഷ്യാവകാശ സംഘടനകളുടെയും ഇവരുടെ ബന്ധുക്കളുടെയും കടുത്ത സമ്മർദ്ദമുണ്ട്. സേവ് ദ ചിൽഡ്രൻ പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഓസ്ട്രേലിയൻ ഫെഡറൽ കോടതിയിൽ ഒരു വലിയ നിയമ പോരാട്ടം തന്നെ നടത്തിയിരുന്നു. ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ ജീവൻ അപകടത്തിലാണ് എന്നും ഓസ്ട്രേലിയൻ പൗരത്വമുള്ള കുട്ടികളെ സംരക്ഷിക്കേണ്ടത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് കോടതിയിൽ ഉന്നയിക്കപ്പെട്ട പ്രധാന വാദം. ദീർഘനാളത്തെ ആലോചനകൾക്കൊടുവിൽ ഓസ്ട്രേലിയൻ ഹോം അഫയേഴ്സ് മന്ത്രാലയവും ഫെഡറൽ പോലീസും സുരക്ഷാ ഏജൻസികളും ചേർന്ന് അതീവ രഹസ്യമായിട്ടാണ് ഈ റീപേട്രിയേഷൻ മിഷൻ പുനരധിവാസ ദൗത്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ ഇവർ എപ്പോഴാണ് ലാൻഡ് ചെയ്യുക എന്നതോ അല്ലെങ്കിൽ ഇവരുടെ പേര് വിവരങ്ങളോ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ കാര്യങ്ങൾ അത്ര ലളിതമല്ല. ഈ സ്ത്രീകളെ തിരികെ കൊണ്ടുവരുന്നതിനെതിരെ ഓസ്ട്രേലിയൻ സമൂഹത്തിലും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലും കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രധാന പ്രതിപക്ഷമായ ലിബറൽ പാർട്ടി നേതാക്കൾ ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യമാണ്: സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഭീകര സംഘടനയിൽ ചേരാൻ രാജ്യം വിട്ടുപോയ ഈ സ്ത്രീകൾ നാളെ ഓസ്ട്രേലിയൻ മണ്ണിൽ എത്തിയാൽ വലിയൊരു സുരക്ഷാ ഭീഷണിയാവില്ലേ? ഇവർ ക്യാമ്പുകളിൽ വെച്ച് കൂടുതൽ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാമെന്നും ഇവരുടെ തിരിച്ചുവരവ് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ തകർക്കുമെന്നും ഒരു വിഭാഗം ജനങ്ങൾ ഭയപ്പെടുന്നു. നികുതി പണം ഉപയോഗിച്ച് ഇവരെ എയർലിഫ്റ്റ് ചെയ്യുന്നതിലും വലിയ ജനരോഷമുണ്ട്. എന്നാൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റും സുരക്ഷാ ഏജൻസികളും ഈ ആശങ്കകളെ നിസ്സാരമായിട്ട് കാണുന്നില്ല. തിരികെ എത്തുന്ന ഓരോ സ്ത്രീയും കടുത്ത സുരക്ഷാ പരിശോധനകൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയരാകും. ഇവർക്കെതിരെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ കാലുകുത്തുന്ന നിമിഷം തന്നെ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും വിചാരണ നേരിടേണ്ടി വരികയും ചെയ്യും. കുട്ടികളെ പ്രത്യേക കൗൺസിലിംഗിനും ഡീ റാഡിക്കലൈസേഷൻ പ്രോഗ്രാമുകൾക്കും വിധേയരാക്കി സമൂഹത്തിന്റെ പ്രധാന ധാരയിലേക്ക് കൊണ്ടുവരാനാണ് പ്ലാൻ. അതായത് ഇവർക്ക് ഒരു ഫ്രീ പാസ് അല്ല ഗവൺമെന്റ് നൽകുന്നത്, മറിച്ച് കർശനമായ നിരീക്ഷണ വലയത്തിലായിരിക്കും ഇവരുടെ ജീവിതം. ഒടുവിൽ സിറിയൻ നരകത്തിൽ നിന്നും സ്വന്തം മാതൃരാജ്യത്തേക്ക് ഇവർ മടങ്ങിയെത്തുമ്പോൾ ഇത് കേവലം ഒരു മാനുഷിക പരിഗണനയുടെ പ്രശ്നമാണോ അതോ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കടുത്ത വീഴ്ചയാണോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. പാശ്ചാത്യ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വലിയ പരീക്ഷണമാണ് ഇപ്പോൾ ഓസ്ട്രേലിയ നടത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.